ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത ഐറ്റം ഒരു പപ്പായ വട കേട്ടോ. അതിൻ്റെ പപ്പായ വട ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നേരെ പപ്പായ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ സവാളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 3 സ്പൂൺ നമ്മൾ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് നമുക്ക് പിന്നെ ആഡ് ചെയ്യാമല്ലോ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കായം ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നേരെ പാൻ എടുത്ത് അടുപ്പി വെച്ചതിന് ശേഷം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ജസ്റ്റ് എല്ലാം ഒന്ന് വെന്ത് ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളെല്ലാം കോരി എടുക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പറാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല, അത്രയ്ക്ക് സൂപ്പറാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളെല്ലാം എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.